ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്നത് വിലാപമതിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ വാളിലേക്കാണ്. കൽവരി, യേശുവിൻ്റെ കല്ലറ, വെസ്റ്റേൺ വാൾ ഇതെല്ലാം ഒരൊറ്റ കോമ്പൗണ്ടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇത് ഒത്തിരി വിസ്തൃതമായൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ സന്ദർശിക്കാൻ വന്നത് ഒറ്റൊരു ദിവസമാണ്. ഇതെല്ലാം ഒറ്റ വീഡിയോയ്ക്കുള്ളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, കാരണം ലെങ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് എല്ലാം ഓരോ ഭാഗങ്ങളായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നേരെ വിലാപമതിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. കല്യാണം കഴിയുമ്പോണ്ടല്ലോ ഏത് പെണ്ണ് പോയ പെണ്ണിന്റെ പുറത്തിറങ്ങുമ്പോ ഒന്നെങ്കിൽ ഇവർക്ക് തലമുടി കാണിക്കാൻ പാടില്ല. അപ്പൊ ഇവര് കല്യാണം കഴിയുമ്പോഴത്തേക്ക് വെപ്പോടി കുഴപ്പമില്ല, അവരവരുടെ ഇത് കാണിക്കാൻ പാടില്ല. കെട്ടിയതല്ലാണ്ട് വേറെ ആരെയും കാണിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ തലയിൽ തട്ട വിടണം, അല്ലെങ്കിൽ തലമുടി. അപ്പൊ കല്യാണത്തിന് മുമ്പ് പറ്റുമോ? കല്യാണത്തിന് മുമ്പ് ഓക്കെയാ, സദാ പോലെ. പിള്ളേരൊക്കെ നടക്കൂലേ, ഡ്രസ്സ് മാത്രം അങ്ങനത്തെ ഇടണേ. ഇവിടെ ചെക്കിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് റിലീജിയസ് ഫാമിലിനെ കുറിച്ചാണ്. അതായത് ജെറുസലേമിൽ അവർക്ക് പറയുന്ന പേര് ദത്തികൾ എന്നാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. അതായത് കുട്ടികളാണെങ്കിൽ അവർക്ക് പാവാടയും ബ്ലൗസും, അതായത് മിഡിയും ടോപ്പുമാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മുടി പുറത്ത് കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർ വെപ്പുമുടി വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ തട്ടം വയ്ക്കുന്നത് പോലെ അവരുടെ മുടി തട്ടം വെച്ച് മറയ്ക്കണം. ജെൻസ് ആണെങ്കിൽ അവർക്ക് തലയിലൊരു തൊപ്പി ഉണ്ടാകും. അതുപോലെ അവരുടെ ഡ്രസ്സിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നാടകൾ തൂക്കിയിട്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ വെസ്റ്റേൺ വാളിലേക്ക് പോകാം. യഹൂദരുടെ ലോകത്തിലെ ഏറ്റവും മതപരമായ സ്ഥലമാണ് പഴയ നഗരമായ ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റേൺ വാൾ. പുരാതന യഹൂദ ക്ഷേത്രത്തിൻ്റെ അവശേഷിക്കുന്ന അവസാനത്തെ പുറമതിലും ആധുനിക ഇസ്രായേലി ചരിത്രത്തിലെ അവിശ്വസനീയമാംവിധം പ്രധാനപ്പെട്ട സ്ഥലവുമാണിത്. ചുണ്ണാമ്പ് കല്ലുകൊണ്ട് നിർമ്മിച്ച മതിൽ 45 ശിലോപാളികൾ അഥവാ വരികൾ ഉൾക്കൊള്ളുന്നവയാണ്. ഇതിൽ 28 എണ്ണം ഭൂമിക്ക് മുകളിലും 17 എണ്ണം ഭൂമിക്കടിയിലുമാണ്. വെസ്റ്റേൺ വാളിലെ ഏറ്റവും വലിയ കല്ലിന് 13.41 മീറ്റർ നീളവും 570 ടൺ ഭാരവും ഉണ്ട്. മതിലിന്റെ അപ്പുറത്ത് കണ്ടോ? അതാ മെയിൻ, അവരുടെ മുസ്ലിംസിന്റെ മെയിൻ. ഇതിന്റെ മണ്ടേ കൂടി അന്ന് കഴിഞ്ഞ രണ്ടാമത് മിസൈൽ ഇട്ടില്ല, അതിന്റെ മണ്ടേ കൂടി 5 പോയത്. ഒന്നും തകർന്നില്ലല്ലോ. ഒന്നും തകർന്നില്ല. ഇത് തകർന്നാ പിന്നെ ഇറാനെ അല്ലേ കുഴപ്പം. ഇവര് നെത്തില ചെയ്യുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുന്നേ നെത്തില, അതായത് കൈ കഴുകണം. അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ കഴുകണം, അങ്ങനെയൊക്കെ. എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. തത്തികളുടെ ഇങ്ങനെ തട്ട് വിട്ടിട്ടില്ലെങ്കിൽ അവരുടെ തലയിൽ പുഴ വെക്കുകയായിരിക്കും. തത്തി ഫാമിലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എഴുതാം, അവിടെ പോയിട്ട് വാ. അവിടെ പോയിട്ടല്ല എഴുതുന്നത്, ഇവിടെ എഴുതിക്കൊണ്ട് പോകണം. അല്ല, അവിടെ എഴുതാം, വെച്ചെഴുതാലോ. അവിടെ വെച്ച് എഴുതാം. തകർന്ന പള്ളിക്കുള്ളിലാണ് മറ്റൊരു. ഇതാണ് വിലാപമതിൽ. അതിൽ ഒരു ഭാഗം സ്ത്രീകൾക്കും മറുഭാഗം പുരുഷന്മാർക്കും ഉള്ളതാണ്. നിങ്ങൾക്ക് നോക്കുമ്പം കാണാം, വെസ്റ്റേൺ വാളിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്നവർ പുറംതിരിഞ്ഞു വരാതെ അവർ പുറകോട്ട് നടന്നാണ് വരുന്നത്. അത് പോയിട്ട് വരുന്നവരാണ് ആ കാണുന്നത്. പുറംതിരിഞ്ഞ് വരെ ഒരു പുറകോട്ട് നടന്നു വരുന്ന കാണുന്നുണ്ടാവുമായിരിക്കും. നമ്മൾ ഇവിടുന്ന് ഒരു പേപ്പറിൽ എഴുതി നമ്മുടെ നിയോഗങ്ങൾ എഴുതിയിട്ട് നമ്മൾ ആ ഭിത്തിയുടെ മുമ്പിൽ ആൾക്കാർ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ചെയ്യുന്നത് പോയ ആൾക്കാർ തിരിഞ്ഞു വരുന്ന പോലെ തിരിഞ്ഞു വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, പേപ്പറിലൊന്നും എഴുതിയിട്ടുണ്ട്. നിയോഗങ്ങളൊക്കെ എഴുതി വെസ്റ്റേൺ വെക്കാനും സുഖമാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ് വെസ്റ്റേൺ വാളിൻ്റെ വിള്ളലുകളിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ അടങ്ങിയ പേപ്പർ സ്ലിപ്പുകൾ സ്ഥാപിക്കുന്ന ഒരു രീതി ഉണ്ടായത്. ദൈവിക സാന്നിധ്യം പടിഞ്ഞാറൻ ഭിത്തിയിൽ കുടികൊള്ളുന്നുവെന്ന യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു.
യഹൂദരുടെ നിയമമനുസരിച്ച് പ്രാർത്ഥനാക്കുറിപ്പുകൾ വലിച്ചെറിയാൻ പാടില്ല. അതിനാൽ അവയെ ചുട്ടുകളയുകയോ അടക്കം ചെയ്യുകയോ ചെയ്യുന്നു. റോഷ് ഹഷാന, അതായത് യഹൂദന്മാരുടെ ന്യൂ ഇയർ, പെസഹ, ഈ 2 തിരുനാളുകൾക്ക് മുന്നോടിയായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഭിത്തിയുടെ വിള്ളലുകളിൽ കൂടി ഓരോരുത്തരായിട്ട് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ കൂടെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെയും കാണുന്നവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനിവിടെ 2ാം പ്രാവശ്യമാണ് വരുന്നത്. അപ്പം ആദ്യ പ്രാവശ്യം വന്നത് എൻ്റെ 1-2 കാര്യങ്ങളൊക്കെ സാധിച്ചു. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ കാര്യം സാധിച്ചു കിട്ടി. ഇപ്പോൾ 2ാം പ്രാവശ്യം വന്നു. എനിക്ക് അങ്ങനെ ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ കുറേയൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പം നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അകലെ ആയിരിക്കുമ്പോഴും ഇവിടെ വരാൻ സാധിക്കാത്ത നിങ്ങളുടെ മനസ്സ് അവിടെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൈ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ല അനുഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ ദൈവം അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ കൈതൊട്ട് പ്രാർത്ഥിക്കുന്ന പോലെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പം പുറം തിരിഞ്ഞു പോകില്ല, നമ്മൾ പുറകോട്ട് നടന്നാണ് പോകുന്നത്. അപ്പോൾ പുറകിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ മാറി തരും. എന്നാലും നമുക്ക് അത്യാവശ്യം തിരിഞ്ഞൊന്ന് നോക്കിയൊക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനും പുറകോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നല്ല കമൻസ് തരിക. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി. യേശുവിൻ്റെ കല്ലറയും കൽവരിയും ഒക്കെ സന്ദർശിച്ച ശേഷം അവസാനമാണ് ഞങ്ങൾ വെസ്റ്റേൺ വാളിലേക്ക് വന്നത്. അപ്പം ഒത്തിരി ടയേർഡാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അടുത്തൊരു വീഡിയോ വരേക്കും ടാറ്റാ, ബൈ.